നമസ്കാരം. ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. രാജീവ് ഗാന്ധിയുടെ 33ാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ രാജീവ് യൂത്ത് ഫൗണ്ടേഷൻ പെരുമ്പാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. KPCC മുൻ ജനറൽ സെക്രട്ടറി TM സക്കീർ ഹുസൈൻ യോഗം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ബേസിൽ പോൾ മുഖ്യാതിഥിയായി. മുൻ നിയോജക മണ്ഡലം ചെയർമാൻ ജഫർ റോഡ്രിക്സ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് ചെയർമാൻ സഫീർ മുഹമ്മദ്, നിയുക്ത നിയോജക മണ്ഡലം ചെയർമാൻ അഫ്സൽ EA, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സാബു ആന്റണി, എൽദോ പത്തിക്കൽ, റിജു കുര്യൻ, മഹിളാ കോൺഗ്രസ് പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് അനിത പ്രകാശ്, കോൺഗ്രസ് നേതാക്കളായ NA ഹസൻ, പോൾ ചിതലൻ, PS രാജൻ, വിജീഷ് വിദ്യാധരൻ, വിനു ചാക്കോ, വിജയൻ മുണ്ടിയത്ത്, അലി പെരുമ്പാവൂർ, CV മുഹമ്മദ് അലി, വിനോദ്, KV ശിവൻ, രാജൻ കൂവപ്പടി, താജു കുടിലി, അഖിൽ വർഗീസ്, പ്രിൻസ് മാത്യു, അമൽ പോൾ, വിമേഷ് വിജയൻ, ബേസിൽ സണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ ഓരോ പ്രവർത്തനം സമൂഹത്തിന് ഗുണം കിട്ടുന്നതിനൊപ്പം തന്നെ നമ്മുടെ സംഘടനക്ക് വളർച്ചയേകാൻ, ഈ സംഘടനയെ സമൂഹത്തിലേക്ക് എത്തിക്കാൻ, ഈ സംഘടനയുടെ ചരിത്രം മനുഷ്യരിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക്, ഉൾക്കോടുകളിലേക്ക് തർപ്പിക്കാൻ, ഈ സംഘടനയെക്കുറിച്ച് പഠിക്കാൻ, പഠിപ്പിക്കാൻ, മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഇവിടെ കൂടിയിരിക്കുന്ന സദസ്സിലുള്ള സഹപ്രവർത്തകരുണ്ട്. എല്ലാ കാര്യത്തിനും നിസ്വാർത്ഥമായി സഹായം നൽകുന്നവർ, മറ്റെല്ലാ കാര്യത്തിനും ഏതെങ്കിലും കാര്യത്തിന് ഓടി അവരുടെ കാര്യങ്ങൾക്ക് സാധിക്കുന്നതുമായി ഏതെങ്കിലും പ്രവർത്തനത്തിന് പങ്കെടുക്കുന്നതിലുപരി ഏതെങ്കിലും നേതാക്കന്മാരെ കാണിച്ചുകൊണ്ട് അടുത്ത സ്ഥാനമാനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അപ്പുറമായി അതിനൊക്കെ വ്യത്യസ്തമായി സംഘടനയെ സ്നേഹിച്ചുകൊണ്ട്, സംഘടനയുണ്ടെങ്കിലാണ് നമ്മളുള്ളൂ. ആ സംഘടന നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങൾക്കൊക്കെ നിസ്വാർത്ഥമായ പ്രവർത്തനം നിങ്ങളവിടെ സൂചിപ്പിച്ചു. നിർണായക ഘട്ടത്തിൽ ഈ വിനീതനം നിങ്ങളിൽ പങ്കുചേരാൻ സാധിച്ചു. ഞാൻ അതെന്റെ ഭാഗ്യമായി കരുതുന്നു. പ്രത്യേകിച്ച് ഒരു സമൂഹം, ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം, നമ്മളൊക്കെ പണ്ട് ജീവിക്കുമ്പോൾ 60-ലെ വെള്ളപ്പൊക്കം എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഇതിനപ്പുറം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മാൻമെയ്ഡ് വെള്ളപ്പൊക്കമായിരുന്നെങ്കിലും, ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു അത്. പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അനുഭവസ്ഥരായി. കോവിഡ് വന്നു, അപ്പോഴെല്ലാം നിങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ പ്രായഭേദമന്യേ എല്ലാവരും അതിനിറങ്ങി എന്ന് പറയുന്നു. ആ ഇറങ്ങിയ സമയത്ത് ഞങ്ങളൊക്കെ ഒരുമിച്ച് നിങ്ങളുടെ കൂടെ പോകാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചൊരു ഭാഗ്യമാണ്. അതാണൊരു പൊതുപ്രവർത്തകന്റെ ചുമതല. ആ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് അത്തരത്തിലുള്ള കൂട്ടായ്മയാണ്.